ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് രാജ്യം ഗൗരവത്തോടെ ചർച്ച ചെയ്ത മിഷൻ ശക്തിയുടെ വീഡിയോ ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത. മിഷൻ ശക്തിയുടെ വീഡിയോ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നു. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ രാജ്യം ചർച്ച ചെയ്തത് ആ വാർത്ത തന്നെയാണ്. ഇന്ത്യയുടെ അഭിമാന നേട്ടമായ ഉപഗ്രഹവേധ മിസൈൽ പരീക്ഷണം മിഷൻ ശക്തിയുടെ ഓഡിയോയും വീഡിയോയും ഒക്കെ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നു. കാലാവധി പൂർത്തിയാക്കിയ ഇന്ത്യൻ ഉപഗ്രഹത്തെ 3 മിനിറ്റിനുള്ളിൽ ബഹിരാകാശത്ത് വെച്ച് മിസൈൽ തകർത്തു എന്നതായിരുന്നു അവകാശവാദം. ഭൌമോപരിതലത്തിൽ നിന്ന് 300 കിലോമീറ്റർ ഉയരത്തിലായിരുന്നു ഇന്ത്യയുടെ പരീക്ഷണം. ബഹിരാകാശത്തുള്ള ഉപഗ്രഹത്തെ മിസൈൽ ഉപയോഗിച്ച് തകർക്കുക എന്ന ലക്ഷ്യമാണ് മിഷൻ ശക്തിയിലൂടെ ഇന്ത്യ വിജയകരമായി കൈവരിച്ചത്. ഇക്കഴിഞ്ഞ മാർച്ച് 27 നടത്തിയ ദൌത്യത്തിന്റെ വിശദമായ വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. DRDO നിർമ്മിച്ച ബാലിസ്റ്റിക് ഇന്റർസെപ്റ്റർ മിസൈൽ ഒഡീഷയിലെ APJ അബ്ദുൽ കലാം ദ്വീപിൽ സജ്ജമാക്കിയ വിക്ഷേപണ തറയിൽ നിന്നാണ് കുതിച്ചുയർന്നത്. ലോകം മുഴുവൻ അന്ന് ഉറ്റുനോക്കിയത് ഇന്ത്യയിലേക്കാണ്. കൈനറ്റിക് കിൽ വിഭാഗത്തിലുള്ള സ്ഫോടക ശേഖരമില്ലാത്ത മിസൈലാണ് ഇന്ത്യ ദൌത്യത്തിനായി ഉപയോഗിച്ചത്. സ്ഫോടക വസ്തുക്കൾ ഇല്ലാത്തതിനാൽ ഉപഗ്രഹത്തെ തകർക്കുമ്പോൾ മാലിന്യത്തിന്റെ അളവ് വളരെ കുറവായിരിക്കും. അവ ഭൂമിയിലേക്ക് പതിക്കും മുൻപ് അന്തരീക്ഷത്തിൽ വച്ച് തന്നെ കത്തിത്തീരും. അതാണ് DRDO അവകാശപ്പെട്ടത്. ശബ്ദത്തെക്കാൾ വേഗത്തിൽ കുതിച്ച് ഉപഗ്രഹത്തിലേക്ക് ഇടിച്ചു കയറി, അതായത് ഹിറ്റ് ടു കിൽ തകർക്കുകയാണ് കൈനറ്റിക് കിൽ മിസൈലുകളുടെ രീതി. DRDO ശാസ്ത്രജ്ഞരുടെ വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിന്റെ ഫലമായി ഈ നേട്ടത്തിലൂടെ ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ ഒരു പ്രതിരോധ മുദ്ര തന്നെ പതിപ്പിച്ചു എന്ന് പറയേണ്ടി വരും. US, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയും രംഗത്ത് വന്നത് ഇതോടുകൂടി ലോകം മുഴുവൻ ശ്രദ്ധിച്ചു. പക്ഷെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയുടെ ഈ പരീക്ഷണം ഇങ്ങനെ ശക്തമായി നടന്നപ്പോൾ പോലും വലിയ പ്രതിഷേധ സ്വരങ്ങൾ ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ഉണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വലിയ പ്രതിഷേധം, US പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിമർശനങ്ങൾ, അതൊക്കെയായിരുന്നു. ഇത്തരത്തിലുള്ള ഇന്ത്യ ഒരു പരീക്ഷണം നടത്തുമ്പോൾ അത് ബഹിരാകാശത്ത് ചില അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ചില ആശങ്കകൾ ഉണ്ടാക്കും, ആ സ്പേസിൽ അത് അപഹരിക്കുമെന്നൊക്കെ വലിയ വാദങ്ങൾ അമേരിക്ക മുന്നോട്ട് വെച്ചു. അതായത് ഇന്ത്യയുടെ ഒരു വലിയ കുതിച്ചുകയറ്റം ഈ ഒരു പ്രതിരോധ മേഖലയിൽ ഇന്ത്യക്ക് കരുത്തായി ഇന്ത്യയുടെ ഉപഗ്രഹവേധ മിസൈൽ പരീക്ഷണം നടത്തുമ്പോൾ അമേരിക്കയ്ക്കും ചൈനയ്ക്കും പിന്നാലെ ഇന്ത്യ കൂടി വലിയൊരു ശക്തിയാണെന്നുള്ള സൂചന പുറത്തു വന്നപ്പോഴാണ് അമേരിക്കയും ട്രംപും ഒക്കെ ഇന്ത്യക്കെതിരെ വിമർശനവുമായി വന്നത്. മാത്രമല്ല നാസയും ചില നിലപാടുകൾ ഈ വിഷയത്തിൽ വ്യക്തമാക്കിയെങ്കിലും കാര്യങ്ങളൊക്കെ അന്ന് നരേന്ദ്രമോദി ജനങ്ങളോട് പറഞ്ഞതുപോലെയായിരുന്നു. ഇന്ത്യ ഉപഗ്രഹവേധ മിസൈൽ പരീക്ഷണത്തിൽ ഒരു ശക്തമായ സാന്നിധ്യമാണെന്ന് ഉറപ്പിക്കുന്നതായിരുന്നു. പ്രത്യേകിച്ചും ബഹിരാകാശത്തുള്ള ഉപഗ്രഹത്തെ മിസൈൽ ഉപയോഗിച്ച് തകർക്കുക എന്ന വലിയ ലക്ഷ്യം മിഷൻ ശക്തിയിലൂടെ ഇന്ത്യ കൈവരിച്ചു. മാർച്ച് 27 ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു പൊൻതൂവലായിരുന്നു. ആ ദിവസം രാജ്യം മാത്രമല്ല ലോകത്തെ എല്ലാ കണ്ണുകളും ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കിയതും അതുകൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ചും ഇന്ത്യ വലിയ തിരിച്ചടി അടുത്ത കാലത്ത് പാകിസ്ഥാന് നൽകിയപ്പോൾ, ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾക്കൊപ്പം മറ്റു രാജ്യങ്ങളെല്ലാം ഒന്നിച്ചു നിന്നപ്പോൾ, ചൈനയെയും പാകിസ്ഥാനെയും ഇന്ത്യ വിറപ്പിക്കുമെന്ന സൂചനകൾ വന്നപ്പോൾ തന്നെ ഇന്ത്യ പ്രതിരോധ രംഗത്ത് വലിയ കുതിച്ചുകയറ്റം കൂടി നടത്തി എന്ന വാർത്ത വന്നതോടുകൂടി ഇന്ത്യ ഒരു ശക്തമായ സാന്നിധ്യമാണ് ലോകരാജ്യങ്ങൾക്കൊപ്പം എന്ന തിരിച്ചറിവ് പ്രത്യേകിച്ചും ഇന്ത്യയുടെ രാജ്യമായ പാകിസ്ഥാനും ചൈനയ്ക്കുമുണ്ട്. ആ ഒരു വലിയ മുന്നറിയിപ്പ് തന്നെയാണ് ഇന്ത്യ ഉപഗ്രഹവേധ മിസൈൽ പരീക്ഷണത്തിലൂടെ നടത്തിയതും. അതായത് ശബ്ദത്തെക്കാൾ വേഗത്തിൽ കുതിച്ച് ഉപഗ്രഹത്തിലെ ശത്രു ഉപഗ്രഹങ്ങൾ വന്നാൽ അതിനെ ഇടിച്ചു കയറി കൊല്ലാനുള്ള, അതിനെ കീഴ്പ്പെടുത്താനുള്ള ഒരു ശക്തി, ഹിറ്റ് ടു കിൽ എന്നൊരു കഴിവ് ഇന്ത്യയുടെ ഉപഗ്രഹവേധ മിസൈലിനുണ്ടായിരുന്നു. ആ മിഷൻ ശക്തി തന്നെയാണ് ലോകം ചർച്ച ചെയ്തത്. വിമർശന ശബ്ദങ്ങൾ ഉയർന്നുമ്പോഴും ഇന്ത്യ ഉയർത്തിക്കാട്ടിയ ആ ഒരു വലിയ ധീരതയുണ്ട്, വലിയ പരീക്ഷണ ശക്തിയുണ്ട്. അത് തന്നെയാണ് ഈ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ഒരു പ്രസ്റ്റീജ് നേട്ടത്തിന്റെ വിഷ്വൽ, ഒരു വീഡിയോ ഇപ്പോൾ ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്നത്.